ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഈ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഈ ഒരു സ്നാക്കിലേക്കുള്ളതല്ല, അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഫില്ലിങ്സ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പിന്നെ 4 സവാള, അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് സവാളക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ അവിടെ സവാളയൊക്കെ വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് സവാളൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലകൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കായം തേച്ചെടുത്തിട്ടുള്ള ചിക്കനായിരുന്നു. അപ്പോൾ ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പാകത്തിന് കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ചൂടാറി കിട്ടണം. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കാൻ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാനും പറ്റും. ഇനി ചെറിയ ചെറിയ ബോൾസാക്കി ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി കയ്യിലെടുത്തതിന് ശേഷം പ്രസ്സിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിന്നായിട്ട് പോകരുത്, കുറച്ചൊരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ എടുത്തിട്ടുള്ള പത്തിരിയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ വലിയ ബോൾസ് ആക്കിയിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ ബോൾ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കണം എന്നില്ല. ഹാഫാക്കി മടക്കിയിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പൂവടക്കം ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ അങ്ങനെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് സ്റ്റീമറിലാണ് വേവിച്ചെടുക്കുന്നത്, ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സ്റ്റീമറിൽ ഒരു വാഴയില വെച്ചിട്ട് നേരിട്ട് വെക്കുന്നതിന് പകരം ഇതുപോലെ ഇല വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് ഈ ഒരു ബോൾസ് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാവും ഏറ്റവും നല്ലത്. ഇനി അടച്ച് വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി മാവൊക്കെ ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്റ്റീമറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ചെറിയൊരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് പ്രശ്നമില്ല. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.